ഓഗസ്റ്റ് 15 കുവൈറ്റ് അതിന്റെ ഏറ്റവും വലിയ സിവിലിയൻ ദുരന്തത്തെ അഭിമുഖീകരിച്ചു. അതും ഒരു സ്ത്രീയുടെ അസൂയ, ദുഷ്പ്രവൃത്തി കാരണം 57 നിരപരാധികളുടെ ജീവൻ അപഹരിച്ചു. ഇരകളായ 57 പേരുടെ കുടുംബങ്ങളിൽ ആരും പരമാവധി ശിക്ഷയിൽ കുറഞ്ഞതൊന്നും അവൾക്ക് ആവശ്യപ്പെട്ടില്ല. രാഷ്ട്രം ഒരു സ്ത്രീക്ക് വധശിക്ഷ നൽകുന്ന ചുരുക്കം ചില സന്ദർഭങ്ങളിൽ ഒന്നായിരുന്നു അത്. അത്രയും ജനങ്ങളാൽ വെറുക്കപ്പെട്ട ആ സ്ത്രീ ആരാണ്? അവൾ ചെയ്ത കുറ്റകൃത്യം എന്താണ്? ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. കുവൈറ്റ് എന്ന ചെറിയ രാജ്യം. 23 വയസ്സുള്ള നസ്ര യൂസഫ് അലസാനി, 36 വയസ്സുള്ള ഭർത്താവായ സയ്യിദ് സഫീൻ, ഇവർ 2 മക്കൾക്കൊപ്പം കുവൈറ്റ് സിറ്റിയിൽ താമസിക്കുകയാണ്. നസ്രയുടെ കൗമാരപ്രായത്തിന്റെ അവസാനത്തിൽ ഇരുവരും വിവാഹിതരായി. അടുത്തടുത്തായി 2 കുഞ്ഞുങ്ങളും ജനിച്ചു. കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോഴാണ് അവർക്ക് മനസ്സിലായത് കുഞ്ഞുങ്ങൾക്ക് മാനസിക രോഗമുണ്ടെന്ന്. എന്നാൽ മക്കൾക്ക് രോഗനിർണയം നടത്തുകയോ ചികിത്സിക്കുകയോ ചെയ്തില്ല. കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുൻപ് വരെയും നസ്രയും സയ്യിദും താരതമ്യേന സന്തോഷകരമായ ഒരു ജീവിതം നയിച്ചു. നിർഭാഗ്യവശാൽ കുടുംബത്തിന് ഇപ്പോ സാമ്പത്തികമായി പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. കാരണം 2 ആൺമക്കൾക്കും പ്രത്യേക ആവശ്യങ്ങളുണ്ട്. അവർക്ക് പരിചരണവും കൂടുതലാണ്. കൂടാതെ സമൂഹം അവളിൽ അളവിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തി. അതവളെ മാനഹാനി, നാണക്കേടിലേക്കും ബഹിഷ്കരണത്തിലേക്കും നയിച്ചു. സയ്യിദും നസ്രയെ സഹായിക്കുന്നതിന് പകരം കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി. തങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള പഴി പലപ്പോഴും നസ്രയിൽ ചുമത്താൻ തുടങ്ങി. സാധാരണ രീതിയിലുള്ള മക്കൾ ഇല്ലാത്തതിലുള്ള നിരാശ പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു. മാത്രവുമല്ല, വികലാംഗ മക്കളുടെ അച്ഛനാകാൻ സയ്യിദ് ആഗ്രഹിച്ചിരുന്നില്ല. അങ്ങനൊരു സാഹചര്യത്തിൽ സയ്യിദ് 2ാം വിവാഹം കഴിക്കാം എന്നുള്ള തന്റെ ഉദ്ദേശത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. കുവൈറ്റിലെ ബഹുഭാര്യത്വം നിയമപരമാക്കിയതിനാൽ ഒരാൾക്ക് 4 വിവാഹം വരെയും കഴിക്കാൻ അനുവാദമുണ്ടായിരുന്നു. ഒരു പുരുഷന് 1-ലേറെ ഭാര്യമാരുണ്ടെങ്കിൽ ഓരോരുത്തർക്കും തുല്യമായ പരിഗണനയും വിഭവങ്ങളും ഉറപ്പാക്കണം. അങ്ങനെ സയ്യിദും കുവൈറ്റിൽ ഒരു പുതിയ പങ്കാളിക്കായി സ്വാർത്ഥതയോടുകൂടി അന്വേഷിക്കാൻ തുടങ്ങി. ഭർത്താവ് മറ്റൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് നസ്രയ്ക്ക് സഹിക്കാനായില്ല. എന്നാൽ നസ്രയുടെ എതിർപ്പ് മറികടന്ന് അയാൾ വീണ്ടും വിവാഹാലോചനയുമായി മുന്നോട്ട് തന്നെ പോയി. ഇത് നസ്രയ്ക്ക് വലിയൊരു അമർഷത്തിന് കാരണമായി. അങ്ങനെ ഒരു ചെറിയ കാലയളവിനുള്ളിൽ നസ്രയെ നിഷ്പ്രയാസം അകറ്റി നിർത്താൻ തുടങ്ങി. ഭർത്താവ് ഒരു പുതിയ ഭാര്യയെ തേടി പുറത്തുപോയ സമയം അത്രയും അവൾ അവളുടെ മക്കളെ നോക്കാൻ വീട്ടിലുണ്ടായിരുന്നു. തന്റെ ഭർത്താവ് തന്നെ ഉപേക്ഷിച്ച ആ രീതി, അതായിരുന്നു അവളെ വല്ലാതെ വേദനിപ്പിച്ചത്. മക്കൾ വികലാംഗനായി ജനിച്ചതിൽ അയാൾക്ക് തന്നോട് നീരസമുണ്ടെന്നും അതിനാൽ അയാൾ വീണ്ടും വിവാഹം കഴിക്കുകയാണെന്നും അവൾ വിശ്വസിച്ചു. നസ്രയ്ക്ക് തോന്നിയ ഈ നീരസം വളരെ കാലമായി ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്നു. അതേസമയം ഈ അസൂയ കാരണം കോപവും നിരാശയും തിളച്ചു മറിയാൻ തുടങ്ങി. ഈ സാഹചര്യത്തിൽ സയ്യിദ് ആഗ്രഹിച്ചതുപോലെ ഒരു പെൺകുട്ടിയെ അവൻ ലഭിക്കുന്നു. 2009 ഓഗസ്റ്റിൽ 32 കിലോമീറ്റർ പടിഞ്ഞാറുള്ള ഒരു നഗരത്തിൽ ഇവരുടെ വിവാഹം നടത്താനും നിശ്ചയിച്ചു. നസ്ര ആന്തരികമായി രോഷാകുലയാണെങ്കിലും ശ്രദ്ധ ആകർഷിക്കുന്ന ശാരീരികമായ രീതിയിൽ അവൾ പെരുമാറുകയോ ആഞ്ഞടിക്കുകയോ ചെയ്തില്ല. എന്നാൽ അവൾ 2ാമത്തെ ഭാര്യയോട് പ്രതികാരം ചെയ്യാൻ ആഗ്രഹിച്ചു. അങ്ങനെ ആ ദിവസം വന്നെത്തി. കുവൈറ്റിലെ എല്ലാവർക്കും അന്നൊരു സാധാരണ ദിവസമായിരുന്നു. സയ്യിദിന്റെയും ഒരു പുതിയ ദിവസമായിരുന്നു അന്ന്. പാരീസിൽ നിന്നും ഇറക്കുമതി ചെയ്ത പൂക്കളും ഉച്ചയോടെ ലോകമെമ്പാടുമുള്ള കലാകാരന്മാരും ഉൾപ്പെടെ അതിഥികളെ സ്വീകരിക്കാൻ ടെന്റുകൾ സ്ഥാപിച്ചിരുന്നു. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ ടെന്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. പുരുഷന്മാരും സ്ത്രീകളും വേറെ വേറെ ടെന്റിൽ ആഘോഷിക്കുന്നത് പതിവായിരുന്നു. പുരുഷ അതിഥികളുടെ സാന്നിധ്യമില്ലാതെ സ്ത്രീകൾ വിശ്രമിക്കാൻ തയ്യാറാക്കിയ സ്ഥലത്ത് വൈകുന്നേരം 9 മണിയായപ്പോൾ നസ്രയും വന്നു. ഒരു പുഞ്ചിരിയാൽ യഥാർത്ഥ വികാരങ്ങൾ മറയ്ക്കപ്പെട്ട നസ്രയും ആ വിരുന്നിൽ പങ്കെടുക്കാൻ വന്നിരുന്നു. ചടങ്ങ് തടസ്സമൊന്നുമില്ലാതെ പുരോഗമിക്കുകയും ഔദ്യോഗിക ഭാഗങ്ങൾ അവസാനിക്കുകയും ചെയ്തു. എന്നാൽ ഈ ചടങ്ങിന്റെ ആഘോഷങ്ങളെയും ആഡംബരത്തെയും കാൾ അവൾക്ക് അവളുടെ വികാരവും പ്രതികാരവും വിലമതിക്കാനാകാത്തതായി തോന്നി. സന്തോഷകരമായ തന്റെ വിവാഹ ജീവിതത്തെ നശിപ്പിച്ച സയ്യിദിന്റെ 2ാം വിവാഹം തടസ്സപ്പെടുത്തുക ഒരു ഉചിതമായ പ്രതികാരമായി അവൾക്ക് തോന്നി. അതും ഈ വരുന്ന പുതിയ ഭാര്യയോട് പ്രതികാരം ചെയ്യാൻ തോന്നി. സ്ത്രീകളുടെ ടെന്റിൽ വധുവിനൊപ്പം കളിയും ചിരിയും നിറഞ്ഞു. പൊടുന്നനെ ആ ടെന്റ് ഒരു തീഗോളമായി മാറി. കത്തിയമരുന്ന തീഗോളങ്ങൾക്കിടയിൽ നിന്നും നിലവിളികൾ ഉയർന്നു. ടെന്റിനുള്ളിൽ തീ പടരാൻ അധിക സമയം വേണ്ടി വന്നില്ല. ഉള്ളിലെ അപകടത്തെക്കുറിച്ച് അപ്പോഴും അധികമാർക്കും അറിയില്ലായിരുന്നു. പെട്രോൾ നനച്ച തുണിക്കഷ്ണം ഉള്ളിലേക്ക് എറിഞ്ഞിട്ട് വിവേകത്തോടെ നസ്ര ആ കൂടാരത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി. പുക പൊതിഞ്ഞപ്പോൾ തൊട്ടടുത്ത കൂടാരവും സമീപത്തുള്ള സാക്ഷികളും അപകടം മനസ്സിലാക്കുകയും അടിയന്തര സേവനങ്ങൾ ഉടൻ അറിയിക്കുകയും ചെയ്തു. പക്ഷേ ആ ടെന്റിന് ഒരു എക്സിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
അത് ഒഴിവാക്കാനാകാത്ത ഒരു പ്രശ്നമായിരുന്നു. അത് പിന്നീട് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ആളുകൾ കൂടാരത്തിനുള്ളിൽ നിന്നും പുറത്തേക്കുള്ള ആ ഒരേ വഴിയിലൂടെ ഓടാൻ തുടങ്ങി. പക്ഷെ ആ കൂടാരം വളരെ വലുതും ചിട്ടയുള്ളതുമായിരുന്നു. എക്സിറ്റിന്റെ വലിപ്പത്തിൽ സജ്ജീകരിച്ച് ഒരേ സമയം പോകാൻ ശ്രമിക്കുന്ന ആളുകളുടെ വൻതോതിലുള്ള എണ്ണം കൈകാര്യം ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ എല്ലാവരും രക്ഷപ്പെടാൻ ആകാംക്ഷയോടും ഭയത്തോടും കൂടി പരസ്പരം തല്ലി തകർത്തു. ഞങ്ങളെ രക്ഷിക്കുവെന്ന നിലവിളി ഉയർന്നു വന്നു. ആദ്യത്തെ തീപ്പൊരി മുതൽ 3 മിനിറ്റിനുള്ളിൽ കൂടാരം പൂർണ്ണമായും നിലത്ത് വീണു. കത്തി നശിച്ച വസ്ത്രങ്ങളും ഫർണിച്ചറുകളും മെറ്റൽ ഫ്രെയിമുകളിലേക്ക് വീണു. അടിയന്തര സേവനങ്ങൾക്ക് പ്രതികരിക്കാൻ പോലും സമയമുണ്ടായിരുന്നില്ല. ആ 3 മിനിറ്റിനുള്ളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 58 പേർ മരിച്ചു. 90-ലധികം പേർക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട്. ജീവിച്ചിരുന്നവരിലും മരിച്ചവരിലും പലരും തിരിച്ചറിയാനാകാത്ത വിധം കത്തിക്കരിഞ്ഞിരുന്നു. സയ്യിദിന്റെ പുതിയ ഭാര്യയ്ക്ക് നിസാര പരിക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ദുഃഖകരം എന്താണെന്ന് ചോദിച്ചാൽ അവളുടെ അമ്മയും സഹോദരിയും മരണപ്പെട്ടു. കത്തിക്കരിഞ്ഞവരെ തിരിച്ചറിയാനായി ഒരു സ്പെഷ്യലൈസ്ഡ് ടീമിനെ പോലീസുകാർക്ക് തേടേണ്ടി വന്നു. ഇരകളെ തിരിച്ചറിയാൻ അവർ ഡെന്റൽ മെഡിക്കൽ റെക്കോർഡ്സ് ഉപയോഗിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ നിരവധി ഗുരുതരമായി പരിക്കേറ്റവർ ചിലർ മരണത്തിന് കീഴടങ്ങി. ആശുപത്രിയിൽ കഴിയുന്ന അനേകം പേരുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഡോക്ടേഴ്സ്. തീപിടുത്തമുണ്ടായപ്പോൾ അധികാരികൾ ഉടൻ തന്നെ അതിന് കാരണം എന്താണെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു തീപിടുത്തം ബോധപൂർവം സൃഷ്ടിച്ചതാണെന്ന് ചില സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തി. ഇത് 2 കുടുംബങ്ങൾക്കും വല്ലാത്ത ഞെട്ടലുണ്ടാക്കി. തുടക്കത്തിൽ നസ്രയെ പോലീസിന് യാതൊരു സംശയവുമില്ലായിരുന്നു. പക്ഷേ സായിദുമായുള്ള അവളുടെ അടുത്ത ബന്ധം കാരണം അവളെ ചോദ്യം ചെയ്യാൻ സ്വയം തിരഞ്ഞെടുത്തു. ശരിയായ രീതിയിൽ ചോദ്യം ചെയ്യുന്നതിന് മുൻപ് തന്നെ ഭയാനകമായ ഒരു കുറ്റസമ്മതം അവളിൽ നിന്നും വന്നു. ആ സമയം അവൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു, പെട്രോൾ ഒഴിച്ച് കൂടാരം കത്തിച്ചത് ഞാൻ തന്നെയാണെന്ന്. വധുവിനെ വകവരുത്താൻ ആ 23-കാരി ചെയ്ത കൃത്യം ജീവനെടുത്തത് ഒരു പറ്റം സാധു ജനങ്ങളുടേതായിരുന്നു. അങ്ങനെ 2009 ഒക്ടോബർ 27 അവളെ കോടതിയിൽ ഹാജരാക്കി. കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് അപ്പോ ചോദിച്ചപ്പോൾ ഇല്ല എന്ന് മാത്രമാണ് അവൾ മറുപടി പറഞ്ഞത്. അറസ്റ്റിലായ സമയത്ത് 2 മാസം അവൾ ഗർഭിണിയായിരുന്നുവെന്നും ജയിൽ ഗാർഡിന്റെയും ഒരു ഏഷ്യൻ നഴ്സിന്റെയും ചെയ്തികൾ കാരണം കസ്റ്റഡിയിൽ ഇരിക്കെ ഗർഭചിത്രത്തിന് നിർബന്ധിതയായി എന്നും അവളുടെ വക്കീൽ വാദിച്ചു. അവളുടെ ഗർഭം അലസിപ്പോയതിൽ ജയിൽ ഗാർഡന്റെ പങ്കാളിത്തം ഉണ്ടായിരുന്നുവെന്നും ആ ഗാർഡൻ സയ്യിദിന്റെ ബന്ധുവാണെന്നും അഭിഭാഷക സംഘം വാദിച്ചു. കുവൈറ്റിൽ വധശിക്ഷയ്ക്ക് നിയമസാധ്യതയുണ്ട്. സാധാരണയായി കൊലപാതകത്തിനുള്ള ഒരു ശിക്ഷയാണ്. എന്നാൽ കുവൈറ്റിൽ അന്നുവരെയും സ്ത്രീകൾ വധശിക്ഷയ്ക്ക് വിധേയരായിട്ടേ ഇല്ല. അതും ഗർഭിണികളായ സ്ത്രീകൾക്ക് വ്യക്തമായ കാരണങ്ങളില്ലാതെ ശിക്ഷയും നൽകാനാകില്ല. അതിനാൽ ഈ ശിക്ഷയിൽ നിന്നും ഇളവ് ലഭിക്കാനുള്ള നസ്രയുടെ ഒരു കള്ളമായിരുന്നു തന്റെ ഗർഭമെന്നുള്ളത് പിന്നീടുള്ള അന്വേഷണത്തിൽ മനസ്സിലായി. തുടർന്ന് അവളുടെ ഭയാനകമായ അതിക്രമങ്ങൾ കണക്കിലെടുത്ത് അവളുടെ കുറ്റകൃത്യങ്ങളിൽ യാതൊരു ഇളവും അർഹിക്കുന്നില്ല എന്ന് ജഡ്ജും പറഞ്ഞു. കുവൈറ്റിലെ ഭൂരിഭാഗം ആളുകളും അവളെ ഒരു സ്വാർത്ഥ ദുഷ്ടയായ യുവതിയായി കണ്ടു. ഒരല്പം അസൂയ കാരണം അവൾ ഒറ്റയ്ക്ക് 58 സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തി. അതിനാൽ കുവൈറ്റിൽ ഇരകളുടെ കുടുംബത്തിന് പ്രതികാരത്തിനായുള്ള അവകാശമുണ്ട്. മരണശിക്ഷയിൽ കുറഞ്ഞതൊന്നും അവൾക്ക് നൽകാൻ പാടില്ല എന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു. അവളുടെ പ്രതിഭാഗം ശിക്ഷ ജീവപര്യന്തമാക്കി കുറയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ഒടുവിൽ പരാജയപ്പെട്ടു. ആസൂത്രിതമായ കൊലപാതകമടക്കം അനേകം കുറ്റങ്ങൾ ചുമത്തി നസ്രയ്ക്ക് കോടതി വധശിക്ഷ വിധിച്ചു. കുറ്റകൃത്യങ്ങളുടെ തീവ്രതയും ഇരകളോടും അവളുടെ കുടുംബത്തോടുമുള്ള ബഹുമാനം കണക്കിലെടുത്ത് അപ്പീൽ കോടതിയും ശിക്ഷ ശരിവെച്ചു. ഇവിടെ ഒരു എക്സിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കാഠിന്യം വർദ്ധിപ്പിച്ചത്. അതിനാൽ വിവാഹ പന്തലുകൾ നിരോധിക്കാൻ പുതിയ നടപടികൾ കുവൈറ്റ് സ്വീകരിച്ചു. എല്ലാ സുരക്ഷാ മുൻകരുതലുകളും ഇപ്പോൾ കർശനമായി പാലിക്കേണ്ടതുണ്ട്. താരതമ്യേന കുറഞ്ഞ കുറ്റകൃത്യ നിരക്കുള്ള രാഷ്ട്രത്തിൽ വെറും 3 മിനിറ്റിനുള്ളിൽ ഒരു സ്ത്രീ ഇത്രയധികം വേദനയും നാശവും വരുത്തിയെന്നുള്ളത് പലർക്കും വിശ്വസിക്കാൻ പോലും സാധിച്ചില്ല. ആരെയും കൊല്ലാൻ താൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല എന്ന് അവൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിച്ചാലും നസ്രയുടെ പ്രവർത്തികൾ ആസൂത്രിതമാണെന്ന് പകൽ പോലെ വ്യക്തമാണ്. അവൾ പലതവണ വധശിക്ഷയ്ക്കെതിരെ അപ്പീൽ നൽകിയെന്നുണ്ടെങ്കിലും എല്ലാം റദ്ദാക്കി. ഒടുവിൽ 7 വർഷത്തിനു ശേഷം 2017 ജനുവരി മാസം 25 നസ്രയുടെ ശിക്ഷ നടപ്പാക്കപ്പെട്ടു. അന്ന് വധിക്കപ്പെട്ട 7 പേരിൽ ഒരാളായിരുന്നു നസ്ര. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വിനാശകരമായ സംഭവങ്ങളിൽ ഒന്നായത് മാറി. ഒരു കല്യാണാഘോഷം കൂട്ടക്കുരുതിയായ ദുരന്തം. കുവൈറ്റ് ഇന്നും ഈ ദുരന്തത്തെ ഓർക്കുന്നുണ്ട്, അടങ്ങാനാകാത്ത ആ നിലവിളിയും. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമ്മൾ പല കേസുകൾ കാണാറുള്ളതാണ്. അല്പം അസൂയയും അത്യാഗ്രഹവും സ്വാർത്ഥതയും കാരണം നമ്മൾ മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് പേർ അതുവഴി ബാധിക്കപ്പെടുമെന്ന്. ഈ ഒരു കേസും അതിനൊരു ഉദാഹരണമാണ്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.